ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വരുധിനി ഏകാദശി മെയ് 4-ാം തീയതി. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ഇട്ടിരുന്നു, കഥയൊക്കെ പറഞ്ഞിരുന്നു, ഹരിവാസര സമയം പറഞ്ഞിരുന്നു. എപ്പോഴാണ്? മെയ് 4-ാം തീയതി വൈകുന്നേരം 3:18 മുതൽ രാത്രി 1:53 വരെയുള്ള സമയം. 1:53 എന്ന് പറയുമ്പോൾ മെയ് 5-ാം തീയതിയാവും. മെയ് 4-ാം തീയതി വൈകുന്നേരം 3:18 മുതൽ അന്ന് രാത്രി 1:53 വരെയുള്ള സമയം, പരമാവധി സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാരണാസമയം. പാരണയെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്ന ഇതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ആ സമയത്ത് മാത്രമേ പാരണ വീടാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹരിവാസര സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വ്രതം അവസാനിപ്പിക്കാൻ പാടില്ല, വലിയ ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പാരണ വീടുന്നതിന് ഓരോ സ്ഥലത്തും ഓരോ സമയങ്ങളാണ്. ആ സമയമാണ് വിശദമായിട്ട് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കേരളത്തിൽ മെയ് 5-ാം തീയതി രാവിലെ 6 മുതൽ 10:17 വരെയുള്ള സമയം. കേരളത്തിൽ മെയ് 5-ാം തീയതി രാവിലെ 6 മുതൽ 10:17 വരെ. തമിഴ്നാട് 5:46 മുതൽ 9:59 വരെ. എല്ലാ സ്ഥലങ്ങളിലും മെയ് 5-ാം തീയതിയാണ്. തമിഴ്നാട് 5:46 മുതൽ 9:59 വരെ. ബാംഗ്ലൂരു 5:57 മുതൽ 10:10 വരെ. ബാംഗ്ലൂരു 5:57 മുതൽ 10:10 വരെ. ഡൽഹി 5:37 മുതൽ 10:04 വരെ. ഡൽഹി 5:37 മുതൽ 10:04 വരെ. മഹാരാഷ്ട്ര 6:08 മുതൽ 10:26 വരെ. 6:08 മുതൽ 10:26. മധ്യപ്രദേശ് 5:44 മുതൽ 10:06 വരെ. തെലുങ്കാന 5:48 മുതൽ 10:05 വരെ. 5:48 മുതൽ 10:05 വരെ. ഗുജറാത്ത് 6:14 മുതൽ 10:35 വരെ. ഗുജറാത്ത് 6:14 മുതൽ 10:35 വരെ. ഇനി ദോഹ ഖത്തർ 4:55 മുതൽ 9:19 വരെ. ദോഹ ഖത്തർ 4:55 മുതൽ 9:19 വരെ. കുവൈറ്റ് 5:03 മുതൽ 9:31 വരെ. ദുബായ് 5:41 മുതൽ 10:04 വരെ. അബുദാബി 5:45 മുതൽ 10:08 വരെ. സൗദി 5:15 മുതൽ 9:38 വരെ. ബഹറിൻ 4:57 മുതൽ 9:22 വരെ. ഷാർജ 5:39 മുതൽ 10:03 വരെ. ഒമാൻ 5:30 മുതൽ 9:52 വരെ. അമേരിക്ക 6:05 മുതൽ 8:11 വരെ. ഓസ്ട്രേലിയ 6:44 മുതൽ 10:15 വരെ. UK 5:24 മുതൽ 10:27 വരെ. സിംഗപ്പൂർ 6:56 മുതൽ 11 മണി വരെ. സാംബിയ 6:19 മുതൽ 10:08 വരെ. ന്യൂസിലാൻഡ് 8:24 മുതൽ 9:14 വരെ. മാലദ്വീപ്സ് 5:54 മുതൽ 10 മണി വരെ. ഇതാണ് പാരണാസമയം. ഈ സമയത്ത് മാത്രമേ നമ്മൾ പാരണ വീടാവൂ. എങ്ങനെയാണ് പാരണ വീടേണ്ടത്? നമ്മൾ രാവിലെ കുളിച്ച് ഈ സമയത്തിനുള്ളിൽ, അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 6 മുതൽ 10:17 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് നമ്മുടെ പാരണ വീടുക, വ്രതം അവസാനിപ്പിക്കുക. അതല്ല വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച്, ഈ സമയത്ത് വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച്, ഇതിന് മുമ്പ് വേണമെങ്കിലും വിളക്ക് കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ തീർത്ഥം കുടിക്കുന്നത് ഈ സമയത്തായിരിക്കണം എന്നുള്ളതാണ്. തീർത്ഥം കുടിച്ച് ഭഗവാന് നമ്മൾ പഴങ്ങളോ എന്തെങ്കിലും നൈവേദ്യം വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് അത് ഭഗവാന് നൈവേദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ സമയത്തിനുള്ളിൽ നമ്മളത് പ്രസാദമായിട്ട് കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ മെയ് 5-ാം തീയതിയാണ് പാരണ വീടുന്നത്. പക്ഷേ നമ്മൾ പാരണ വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വ്രതം അവസാനിച്ചു എന്നല്ല അതിനർത്ഥം. വ്രതം അവസാനിച്ചു, അത് ശാസ്ത്രീയമായി നമ്മൾ അവസാനിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ ഒരു തലേ ദിവസം ദശമി ദിവസവും
നമ്മൾ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു, വ്രതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തു. പിറ്റേ ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഭഗവാന്റെ അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടി. പിറ്റേ ദിവസം നമ്മൾ പാർണ വീടി നമ്മുടെ വ്രതം അവസാനിപ്പിച്ചു. പക്ഷേ നമ്മുടെ ആ ചൈതന്യം, ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമ്മുടെ ആ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ശരീരത്തെ അങ്ങോട്ട് അജ്ഞാനപ്പെടുത്തരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോൺ വെജ് ഭക്ഷണം, അപ്പം മീനൊക്കെ കൂട്ടി കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും മീൻ കൂട്ടി കഴിക്കണം, അവർക്ക് മീനൊക്കെ കൂട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ദിവസവും കൂടി, അതായത് മെയ് 5-ാം തീയതിയും കൂടി നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കുക. സാധാരണ പോലെ നമുക്ക് ആഹാരം കഴിക്കാം, അതിനൊന്നും വിഷമമില്ല. പക്ഷേ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് അന്നും കൂടി ഒരു സാത്വികമായ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ഊർജം പ്രദാനം ചെയ്യും. കാരണം നമ്മുടെ ഏകാദശി അങ്ങോട്ട് കഴിഞ്ഞു, നമ്മൾ ആ പാരണ വീടിയിട്ട് പെട്ടെന്ന് തന്നെ മീൻകാരൻ്റെ അടുത്തോട്ട് പോയി മീൻ മേടിച്ച് കൂട്ടാൻ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ കുഴപ്പമില്ല നമ്മൾ പറയുമ്പോൾ. പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു അത്രയും ശുദ്ധമായിരിക്കുകയാണ് നമ്മുടെ ശരീരവും മനസ്സും. ഭഗവാന്റെ അത്രത്തോളം കാരുണ്യം നമുക്ക് കിട്ടിയിട്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഭഗവാൻ നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും നമുക്ക് ഭഗവാനെ കൂടുതൽ സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. ഭഗവാന്റെ സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭഗവാൻ നമ്മളെ അത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിച്ചാണ് ഓരോ ഏകാദശികളും എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിനെ അങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അജ്ഞാനപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് അരിഭക്ഷണം കഴിക്കാം, രാവിലെ ദോശയൊക്കെ കഴിക്കാം. അതായത് നമ്മുടെ പാരണ വീടിയതിന് ശേഷം 3 നേരവും നമുക്ക് അരിഭക്ഷണമൊക്കെ കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നോൺ വെജ് ഒന്ന് ഒഴിവാക്കിയാൽ അത് കൂടുതൽ നന്നായിരിക്കും. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്. അതുപോലെ ചൗവരിയുടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചൗവരി? ചൗവരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ അടപ്രഥമനൊക്കെ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്തിട്ടിരിക്കുന്ന അതിനകത്തൊക്കെ നമ്മളിങ്ങനെ വേവിച്ചിടുമല്ലോ, ഒരു സാബുദന നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. അതായത് ഇങ്ങനെ ചെറിയ വട്ടത്തിലുള്ളത് വേവിച്ചിട്ട് നമ്മൾ കുറുകാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുമല്ലോ, ചെറിയ ബോൾസായിട്ട്. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ചേർക്കാറുണ്ട്. അതാണ് ചൗവരി. അത് ഭഗവാന് വലിയ ഇഷ്ടമാണ്. ആ ചൗവരി ഇട്ടിട്ട് പാല് കാച്ചി നമുക്കും കഴിക്കാം, കാരണം അതിന് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ടുണ്ട്. അത് നമുക്കും കഴിക്കാം. ഭഗവാന് പാല് കാച്ചി നൈവേദ്യമായിട്ട് വെക്കുകയും ചെയ്യാം. അപ്പം അരിഭക്ഷണം കഴിക്കാത്ത ആ ക്ഷീണമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അതാണ് ചൗവരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിച്ചിരുന്നു, ചാമ അരിയാണോ? ഇത് ചാമയും അരി തന്നെയാണ്, അതൊരു ധാന്യമാണ്, ചാമയരി. അപ്പോൾ അതും ഒഴിവാക്കുന്നതാണ് ഈ ദിവസങ്ങൾ നല്ലത്, അതായത് ഏകാദശി ദിവസം. ഇതൊക്കെയാണ് പറയാനുള്ളത്. പരമാവധി സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഭഗവാനെ എനിക്ക് ഭക്തി നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ സ്നേഹിക്കാനുള്ള ആ മനസ്സ് നമുക്ക് നൽകണമേ, അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. കാരണം കളങ്കമില്ലാതെ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയണം. അതായത് ഒന്നിനു വേണ്ടിയിട്ടുമാകരുത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമുക്ക് നിഷ്കളങ്കമായി ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ആ മനസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും എല്ലാ ഏകാദശികളും എടുക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുലവാലായ്മ, അപ്പോൾ നമുക്ക് പുല വന്നു, അതല്ലെങ്കിൽ പീരീഡ്സ് വന്നു, ആ സമയത്ത് നമുക്ക് ഏകാദശി എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഏകാദശി എടുക്കുമ്പോൾ രാവിലെ വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കും, പൂജാമുറിയിൽ കയറും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ശുദ്ധമായ ആഹാരം കഴിച്ച് രാവിലെ കുളിച്ച് നമ്മുടെ മുറിക്കകത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഭസ്മവും ചന്ദനവും ഒന്നും തൊടാനായിട്ട് നമുക്ക് പറ്റില്ല, കാരണം നമ്മുടെ വിശ്വാസം നമ്മൾ അതിനെ അനുവദിക്കുന്നില്ല. നമ്മൾ ശുദ്ധമായ ആഹാരം കഴിക്കുക, നോൺ വെജൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ ഏകാദശിക്ക് എടുക്കുന്നത് പോലെയുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസവും നമ്മൾ ആ പാരണ സമയത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റ് ഭഗവാനെ വീണ്ടും കുളിച്ച് നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇച്ചിരി വെള്ളം തിളപ്പിച്ച് രാമച്ചമൊക്കെ ഇട്ട് അല്ലെങ്കിൽ വെറും പച്ചവെള്ളമൊക്കെ തിളപ്പിച്ച് ഭഗവാനോട് പറഞ്ഞ്, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞ് നല്ല നമ്മൾ പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ പറഞ്ഞ് ആ ജലം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതൊരു വ്രതമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമുക്കത് കണക്കുകൂട്ടാം. കാരണം ഇപ്പം പീരീഡ്സ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഭഗവാനെ എന്ന് വിളിക്കരുത് എന്ന്
ഭഗവാൻ പറയില്ല. കാരണം 24 മണിക്കൂറും ഭഗവാനെ വിളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകാനോ അതല്ലെങ്കിൽ വിളക്ക് കത്തിക്കാനോ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് മനസ്സിൽ ഈശ്വരനെ വിളിക്കുന്നതിനും ഭഗവാനെ വിളിക്കുന്നതിനുമൊന്നും ഈ നമുക്ക് മെൻസസ് ആയിരിക്കുന്നെന്നോ അതല്ലെങ്കിൽ നമുക്ക് പെലയുണ്ടെന്നോ ഒന്നും ഉള്ളത് ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളിപ്പോൾ മരണസമയത്ത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിളക്ക് കത്തിക്കും ഇല്ലേ? അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കും. അപ്പോൾ എന്താണ്, നമ്മൾ വിളക്ക് കത്തിക്കരുത്? ആ സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആചാര ഭാഗമായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട്. നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനൊന്നും ഇതിനൊന്നും ഒരു വൈഷമ്യവുമില്ല. നമ്മൾ ആലോചിക്കുക, നമുക്കെപ്പോഴും വേണ്ടത് എന്താണ്? ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ്, അല്ലാതെ അന്ധമായുള്ള വിശ്വാസമല്ല. അന്ധവിശ്വാസങ്ങളാവരുത് നമ്മൾ അനുവർത്തിച്ചു പോകേണ്ടത്. നമ്മളാരും അന്ധവിശ്വാസികളാകരുത്. നമ്മളെല്ലാവരും ശരിയായ വിശ്വാസികളാകണം. ഭഗവാന് ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ നമ്മൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോകരുത് എന്നൊക്കെ പറയുന്നത് അതിൻ്റേതായ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു മരണം നടക്കുന്നു, അത് ഇപ്പോഴത്തെ കൂട്ടല്ല. പണ്ട് അതിന് ഒരുപാട് രോഗം വന്ന് വീട്ടിൽ കിടന്ന് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ, പിന്നെ ആളുകളെല്ലാം ആ വീട്ടുമായിട്ട് ഒരുപാട് സഹകരിച്ച് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് കുറച്ച് ദിവസം നമ്മളെങ്ങും പോകാതെ, ക്ഷേത്രത്തിലൊന്നും പോകാതെ നമ്മൾ അവിടെ തന്നെ ആ വീട്ടുകാരുമായി ചേർന്നിരുന്ന് സഹകരിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയല്ല. പക്ഷേ പണ്ട് മുതലേ നമ്മൾ അങ്ങനെ അനുവർത്തിച്ച് വന്നതുകൊണ്ടാണ് നമ്മൾ തൊട്ടുതെറിച്ച ബന്ധങ്ങൾ പോലും ഇപ്പോഴും നമ്മൾ വിലയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് തന്നെ നമ്മൾ അങ്ങനെ തന്നെ അനുവർത്തിച്ച് പോവുക. ആ സമയത്തൊന്നും നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയോ അതല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോവുകയോ വിളക്ക് കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട. കാരണം നമുക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് അറിവുള്ളതിനേക്കാൾ കൂടുതലാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ആലോചിക്കേണ്ട. പക്ഷേ ഭഗവാനെ വിളിച്ച് നമുക്ക് നമ്മുടെ പരിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. അത് നമ്മൾ എപ്പോഴും ഓർക്കുക. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഏകാദശി ദിവസമാണ്, നമുക്കന്ന് പീരീഡ്സായി, പെട്ടെന്ന് തന്നെ നമ്മൾ വ്രതമെല്ലാം മുറിച്ചിട്ട് പോയി ചിക്കനൊന്നും മേടിച്ച് കഴിക്കേണ്ട, ഇറച്ചിയൊന്നും അല്ലെങ്കിൽ മീനൊന്നും കഴിക്കേണ്ട. നമ്മൾ എങ്ങനെയാണോ ഏകാദശിക്ക് നമ്മുടെ ആഹാരക്രമം അനുസരിച്ച് നമ്മളിരിക്കുന്നു, അതുപോലെ തന്നെ ഇരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് വന്നിരിക്കുന്ന ആചാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരിക, ചിലപ്പോൾ സുഖമില്ല, നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങണം, പകൽ ഉറങ്ങരുത് ഏകാദശിക്ക് എന്ന് പറയും. പക്ഷേ വയ്യാത്ത ആളായിരിക്കും, ചിലപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളായിരിക്കും, അവർക്ക് നന്നായി ഉറക്കം വന്നെന്നിരിക്കും. ഭഗവാൻ ഇതെല്ലാം അറിയാം. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ വരുത്താതിരിക്കുക, മനഃപൂർവ്വം തെറ്റുകൾ വരുത്താതിരിക്കുക. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭഗവാൻ ക്ഷമിച്ചുകൊള്ളും. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ അതാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എന്നെ ആരാണോ ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. ഭക്തൻ്റെ കൂടെയാണ് എപ്പോഴും ഭഗവാനുള്ളത്. അതെപ്പോഴും ആലോചിക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യം, ചിലർ പറയും പീരീഡ്സ് ആയിരിക്കുമ്പം ഭഗവാനെ ഒന്ന് വിളിക്കുക പോലും ചെയ്യരുതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മളെല്ലാവരും മഹാഭാരതം വായിച്ചിട്ടുണ്ട്. അവിടെ ചൂതുകളിയിൽ പാണ്ഡവർ തോൽക്കുമ്പോൾ ദുര്യോധനൻ അലറുകയാണ്. എന്താണ് അലറുന്നത്? ദ്രൗപദിയെ പണയം വെച്ചു, ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വരികയാണ്. ദ്രൗപദിയെ പിടിച്ചുകൊണ്ട് വരുന്നപ്പം ദ്രൗപദി എങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ്? രജസ്വലയായിരിക്കുന്ന അവസ്ഥയിലാണ്. രജസ്വലയായി ഉടുത്തിരിക്കുന്ന ദ്രൗപദിയാണ് ആ കൊട്ടാരത്തിലേക്ക്, ആ സദസ്സിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നത്. ആ സമയത്ത് തൻ്റെ വീരന്മാരായ 5 ഭർത്താക്കന്മാർ തല കുനിച്ചിരിക്കുന്ന സമയത്ത് രജസ്വലയായ ദ്രൗപദി ആരെയാണ് വിളിച്ച് കരയുന്നത്? കൃഷ്ണ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വിളിക്കുന്നത്. ആ സമയത്ത് രജസ്വലയായിരിക്കുന്നത് കൊണ്ട് വിളിക്കാൻ പാടില്ല, ഞാൻ സംരക്ഷിക്കത്തില്ല എന്ന് ഭഗവാൻ വിചാരിച്ചു. ഭഗവാൻ ഓടി വരികയാണ്. ഭഗവാനാണ് ആ സമയത്ത് ദ്രൗപദിയുടെ മാനം രക്ഷിച്ചത്. അത് നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ വിശ്വസിക്കേണ്ടത് നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളെയാണ്. നമ്മുടെ വേദങ്ങളെയും അതല്ലെങ്കിൽ നമ്മുടെ മഹാഭാരതം, രാമായണം ഇതുപോലുള്ള പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ രൂപീകരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ അനുസരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിളക്ക് കത്തിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ ഒന്നും പാടില്ല. പുലയായാലും അല്ലെങ്കിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും ബാലായ്മ ആയാലും ഒക്കെ.
പക്ഷേ നമ്മൾ ആ വ്രതത്തിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരുന്ന് നമുക്ക് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് അതും നമ്മുടെ ഒരു വ്രതമായി തന്നെ കണക്ക് കൂട്ടണമെന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് ആരോടും ഒരു പക്ഷഭേദവുമില്ല. ഭഗവാൻ എല്ലാവരെയും വലിയ ഇഷ്ടമാണ്. ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം നോക്കിയിരിക്കുന്നത്. ഭഗവാനെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. എല്ലാവരും ഭഗവാനെ സ്നേഹിക്കൂ, ഭഗവാനെ സ്നേഹിക്കാനുള്ള മനസ്സ് തരയണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കൂ. അതാണ് നമ്മൾ ഈ ലോകത്ത് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ഭക്തരോടാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കഥകൾ, അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കഥകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.